നമ്മൾ യൂഷ്വലി കേട്ടിട്ടുണ്ടല്ലോ നമ്മളുടെ മഞ്ഞ നിറമുള്ള മൂത്രം അത്ര നല്ല ഇൻഡിക്കേഷൻ അല്ല തരുന്നതെന്ന്. മൂത്രത്തിൻ്റെ നിറം നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇൻഡിക്കേഷൻസ് തരുന്നുണ്ട്? മൂത്രം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന പല അസുഖത്തിൻ്റെ മുന്നോടിയായിട്ട് കാണുന്ന മാറ്റങ്ങൾ ആദ്യം ചിലപ്പം മൂത്രത്തിലായിരിക്കും കാണാം. നമ്മൾ യൂഷ്വൽ യൂറിൻ ഓൾമോസ്റ്റ് നല്ലോണം വെള്ളം കുടിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ക്ലിയർ, അല്ലെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ നമ്മൾ ഡീഹൈഡ്രേഷനുള്ള സമയങ്ങളിൽ കുറേ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി ഡാർക്കർ യെല്ലോ ആയിട്ട് മാറാം. ചിലപ്പോൾ നമ്മൾ ചില വിറ്റാമിൻസ് കഴിക്കുകയാണെങ്കിലോ ചില മരുന്ന് കഴിക്കുമ്പോഴോ കുറച്ചും കൂടി ഗോൾഡൻ യെല്ലോ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അങ്ങനത്തെ കളറ് വരാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോർമൽ പരിധിയിൽ പെടുന്ന തന്നെയാണ്. എന്നാൽ ഹൈ മഞ്ഞ കളർ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ കൂടെ കണ്ണിൽ മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാം മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണം കൂടി ആയിരിക്കാം. അതേമാതിരി ചിലപ്പോൾ ചെറിയൊരു അംശം ബ്ലഡിൻ്റെ അംശം നമ്മുടെ കിഡ്നിയിൽ നിന്ന് മൂത്രത്തിൽ വരികയാണെങ്കിലും സ്ലൈറ്റ് യെല്ലോയിഷ് ടു ഓറഞ്ച് ടിഞ്ചൊക്കെ വരാം. എന്നാൽ ബ്ലഡിൻ്റെ കളർ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അത് പിങ്ക് ആയിട്ടോ അല്ലെങ്കിൽ ബ്രൈറ്റ് റെഡ് ആയിട്ടോ ഉണ്ടാവാം. അതിലാകെയുള്ള നമുക്ക് ബ്ലഡ് അല്ലാതെ വരുന്നത് ബീട്രൂട്ട് കഴിച്ചാലൊക്കെയാണ്. ചിലതരം ഫുഡ്സുകൾ, ചില ഭക്ഷണത്തിൻ്റെ ചില ലൈസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ മൂത്രത്തിൽ വരുമ്പോൾ ചെറിയ ലൈറ്റ് പിങ്കിഷ് കളറൊക്കെ ആയിട്ട് മാറും. പക്ഷെ അത് നമ്മൾ വെള്ളം കുടിച്ച് ഒന്ന് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നോർമലായിട്ട് മാറും. സ്ഥിരമായിട്ട് യൂറിൻ്റെ ബ്ലഡിൻ്റെ കളർ കാണാൻ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. ഓക്കെ. ഈ പിങ്ക് കളറൊക്കെ എന്തെങ്കിലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? അതായത് ഏതെങ്കിലും നമ്മളുടെ സിംറ്റംസോ എന്തെങ്കിലും? പിങ്ക് കളർ യൂഷ്വലി നേരത്തെ പറഞ്ഞ ഒരു ബീട്രൂട്ടോ അല്ലെങ്കിൽ ചിലതരം ബെറീസൊക്കെ കഴിക്കുമ്പോൾ വരാം. ചില കേസിൽ ബ്രൗണിഷ് കളർ അല്ലെങ്കിൽ നമ്മളെ കോള കളർ യൂറിൻ എന്ന് പറയും, ആ രീതിയിലും കാണാം. അത് കാണുന്നത് നമ്മുടെ സിവിയർ ഡീഹൈഡ്രേഷൻ, നമുക്ക് വയറിളക്കൊക്കെ വന്ന് ഡീഹൈഡ്രേറ്റ് ആയിട്ട് മെഡിക്കൽ ചികിത്സ കിട്ടാതെ കുറേ ദിവസം വീട്ടിൽ നിൽക്കുന്നു. പിന്നെ ചില കേസിൽ നമ്മളെ മസിൽ ഡാമേജ് വന്ന് മയോഗ്ലോബിനുria എന്ന് പറയും. നമ്മുടെ എക്സസീവ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മസിൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് അങ്ങനെ വരാം. പിന്നെ സ്ലോ ആയിട്ട് ചില കിഡ്നി ഡിസീസസിൽ ബ്ലഡ് സ്ലോ ആയിട്ട് കലർന്ന് മൂത്രത്തിൽ വരുമ്പോൾ ആ ബ്രൈറ്റ് റെഡ് വിട്ടിട്ട് ഒരു ആൾട്ടേർഡ് കളറായിട്ട് മെറൂണിഷ് അല്ലെങ്കിൽ ബ്രൗണിഷ് ആയിട്ട് വരാം. അപ്പോൾ അതൊക്കെ വന്നാൽ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് തക്ക സമയത്ത് ഡോക്ടറെ കാണിച്ച് ചികിത്സ നേടേണ്ടതാണ്. ഇപ്പോൾ കളർ പോലെ തന്നെ ചിലപ്പോൾ ചില യൂറിൻസിൽ പത കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കിഡ്നി ഫെയിലിയർ ആണെന്നുള്ള സൂചനയാണോ തരുന്നത്? അതെ, ഇതൊരു വളരെ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. പേഷ്യൻസ് ഇപ്പം വളരെ അവെയറാണ് ഇങ്ങനത്തെ കാര്യത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ എപ്പോഴും നമ്മളോട് ചോദിച്ച് ഇപ്പോൾ എല്ലാവർക്കും നോക്കിക്കഴിഞ്ഞാൽ പതിയുണ്ട്. അപ്പോൾ നമുക്ക് പോലും സ്വന്തമായിട്ട് മൂത്രം ഒഴിക്കുമ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ടെൻഷനായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റഡീസൊക്കെ എടുക്കുകയാണെങ്കിൽ അറൗണ്ട് 30% ആൾക്കാർക്ക് മാത്രമേ ഈ പതയുള്ള ആൾക്കാർക്ക് കിഡ്നി പ്രോബ്ലംസ് ഉണ്ടാവുന്നുള്ളൂ. ഈ പത വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. യൂഷ്വലി നമ്മളെ യൂറിനിൽ ചെറിയ തോതിൽ ഒരു പ്രോട്ടീൻ നമ്മളെ യൂറിനിൽ ലീക്ക് ചെയ്യും കിഡ്നിയിൽ നിന്ന്, വളരെ ചെറിയ രീതിയിൽ. അത് കിഡ്നി ഡാമേജ് വരുമ്പോൾ അതിൻ്റെ അരിപ്പയിൽ ഡാമേജ് ഉണ്ടാവും, മാത്രമേ കൂടുതൽ അളവിൽ പ്രോട്ടീൻ ലീക്ക് ചെയ്യൂ. ഈ പ്രോട്ടീൻ നമ്മുടെ സോപ്പിൻ്റെ മാതിരി ഒരു ആക്ഷൻ ഉണ്ടാക്കും. അതാണ് ഈ പതഞ്ഞ് വന്നിട്ട് പത വരുന്നത്. അപ്പോൾ അതല്ലാതെ വേറെ കണ്ടീഷൻസിലും ഈ ചില മെറ്റബോളൈറ്റ്സ് ബോഡിയിൽ ലിവറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ലിവർ ഡീടോക്സിഫൈ ചെയ്യുന്ന ചില മെറ്റബോളൈറ്റ്സ് യൂറിനിൽ വരുമ്പോൾ അതും നമുക്ക് പത ഉണ്ടാക്കും. അപ്പം എല്ലാ പതയും ആണോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് പ്രശ്നമാണെന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റൂ. അപ്പം പത ഉണ്ടെങ്കിൽ നമ്മൾ അത് 2-3 കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഒന്ന്, നമ്മൾ ഈ വളരെ ഹൈറ്റിൽ നിന്ന് മൂത്രം ഒഴിക്കുകയാണെങ്കിൽ നല്ല സ്പീഡിൽ വരികയാണെങ്കിൽ പതഞ്ഞ് വരും. അത് പെട്ടെന്ന് തന്നെ സെറ്റിലായി പോകും, അപ്പം തന്നെ ബബിൾസ് സെറ്റിലായി പോകും. അങ്ങനത്തെ കേസിൽ നമ്മൾ അധികം വറീഡാവേണ്ടില്ല. പിന്നെ ചിലപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ക്ലീനിങ് ഏജൻറ്റൊക്കെ ഉപയോഗിച്ച ടോയ്ലറ്റ് ആണെങ്കിൽ അതിലും പത വരാം. നമ്മൾ നല്ലോണം ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ വെള്ളത്തിന് അംശം കുറയുന്നു, നമ്മളുള്ള പ്രോട്ടീൻ്റെ അളവ് അതിൽ നല്ലോണം കാണുമ്പോൾ അതും പത വരാം. അതൊക്കെ നോർമൽ വേരിയേഷൻസ് ആയിട്ട് വരാം. പ്രോബ്ലമാറ്റിക് പത എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നല്ല ലെവലിൽ പത വരുന്നു, വലിയ വലിയ ബബിൾസ് ആയിട്ട് നിൽക്കുന്നു, കുറേ നേരം നിൽക്കുന്നു, ഒരിക്കൽ ഫ്ലഷ് അടിച്ചാൽ പിന്നെയും പോകുന്നില്ല, മൾട്ടിപ്പിൾ ലെയേഴ്സിൽ പത, അതായത് നമ്മൾ സോപ്പിട്ട് കലക്കി കഴിഞ്ഞാൽ 3-4 ലെയറിൽ പത പൊന്തി നിൽക്കുകയാണെങ്കിൽ അങ്ങനത്തെ കേസിലൊക്കെ കാര്യമായിട്ടുള്ള കിഡ്നി ഡാമേജും കിഡ്നിയിൽ നിന്ന് ഈ പ്രോട്ടീൻ ലോസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ നിർബന്ധമായിട്ട് നമുക്ക് യൂറിൻ ടെസ്റ്റ്, ബ്ലഡിൽ ക്രിയാറ്റിൻ ടെസ്റ്റ്, അതേമാതിരി യൂറിനിൽ ഈ പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ അല്ലെങ്കിൽ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ, അങ്ങനെ പറഞ്ഞ സ്പെസിഫിക് ടെസ്റ്റ് ഒക്കെ ചെയ്താൽ നമുക്ക് കറക്റ്റ് കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിലൊന്നും ഇല്ലെങ്കിൽ പേടിക്കണ്ട. കുറേ ആൾക്കാർക്ക് ഇത് കഴിഞ്ഞാലും സാറ്റിസ്ഫൈഡ് ആവാതെ നമ്മളോട് പിന്നെയും സെക്കൻഡ് ഒപ്പീനിയനൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമുക്ക് ടെസ്റ്റൊക്കെ ചെയ്ത് 2-3 വട്ടം നമ്മൾ ഡിഫറെൻറ്റ് ടൈം പീരീഡിൽ ചെയ്തിട്ട് നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കണ്ട. നേരത്തെ പറഞ്ഞ അൺഡയഗ്നോസ്ഡ് കോസസ്, നോൺ പ്രോട്ടീനറി കോസ് ഓഫ് ഫ്രോത്തിങ് ആയിരിക്കാം. അപ്പോൾ അത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം ഒഴിക്കുന്ന മൂത്രവും അല്ലെങ്കിൽ പതിവിലും വിപരീതമായിട്ട് നമുക്ക് മൂത്രത്തിന് ഭയങ്കരമായിട്ടൊരു ദുർഗന്ധം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഏതെങ്കിലും രീതിയിലുള്ള റെഡ് സൈൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? അതെ, അത് നല്ല പോയിൻ്റാണ്. ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ 2-3 കാര്യമാവാം. നമ്മളെ ചിലതരം ഫുഡ്, ക്യാബേജൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെൽ നാച്ചുറലി വരലുണ്ട്. അതിലുള്ള പ്രൊഡക്ട്സ് നമ്മളെ യൂറിനിൽ എക്സ്ക്രീറ്റ് ചെയ്യുമ്പോൾ
ചിലപ്പം ഇൻഫെക്ഷൻ നിരന്തരം വരുന്ന ആൾക്കാർക്ക് അതിലും ബാഡ് സ്മെല്ല് വരാം. അവർക്ക് ചിലപ്പം ലോ ഗ്രേഡ് ഇൻഫെക്ഷൻ ആയിരിക്കും, വേറെ വലിയ ലക്ഷണം ഉണ്ടാവില്ല, കടച്ചിൽ പോച്ചിൽ വേദനകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ മൂത്രത്തിൽ എപ്പോഴും യൂറിൻ കെട്ടി നിൽക്കുക, നമ്മൾ പ്രോസ്റ്റേറ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ ഫുള്ളായിട്ട് മൂത്രം പോയില്ല, പഴകിയ മൂത്രം കെട്ടിക്കുമ്പോഴും ബാഡ് സ്മെല്ല് വരാം. അപ്പം നമ്മൾ വെള്ളം കുടിച്ചിട്ടത് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ഔട്ട് ആവുകയാണെങ്കിൽ നമുക്കത് വറീഡ് ആവണ്ട. പെർസിസ്റ്റൻ്റ് ആയിട്ട് സ്മെല്ല് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് നോക്കേണ്ടി വരും. ഓ, ഈ രൂക്ഷമായിട്ടുള്ള ഗന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? അപ്പോൾ എന്തൊക്കെ റീസൺ കൊണ്ട്? ഇൻഫെക്ഷനാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അതെ, വളരെ അപൂർവമായിട്ട് കിഡ്നി ഡിസീസിൻ്റെ സിംറ്റംസ് ആവാം, റയറായിട്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ ചില ആളുകൾക്ക് ഡിസ്ചാർജ് വരാറുണ്ട് ഈ യൂറിനറി ഭാഗത്ത് നിന്ന്. അതെ, അത് ഏതെങ്കിലും യൂറിനറി ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കുമോ വരാൻ ചാൻസ്? നമുക്ക് ഡിസ്ചാർജ് രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഒന്ന്, ഈ സെമൻ്റെ ഡിസ്ചാർജ് ചില ആൾക്കാർക്ക് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് മുക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മുക്കിക്കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് ഭാഗം കൂടി അമരുമ്പം അതിൽ നിന്ന് നമ്മൾ ഈ സെമൻ ഡിസ്ചാർജ് പുറത്ത് വരാം. അത് യൂറിൻ്റെ കൂടെ മിക്സായി വരാം. അത് യൂഷ്വലി നിങ്ങൾക്ക് അറിയാം, വെള്ള കളറായിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും. ഇനി അതല്ലാതെ മൂത്രക്കടച്ചിലും അതിൻ്റെ കൂടെ നമുക്ക് യൂറിത്രയിൽ നിന്ന് ഈ മൂത്രക്കുഴലിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ദ്രാവകമാര് വരുന്നു, അതിലൊരു കളർ വ്യത്യാസം, ഒരു ഗ്രേയിഷോ ഗ്രീനിഷ് കളർ, അതിൻ്റെ കൂടെ കടച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് STDയോ അല്ലെങ്കിൽ വേറെ തരം യൂറിൻ ഇൻഫെക്ഷൻ്റെ ലക്ഷണമായേക്കാം. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മളത് ഡെഫിനറ്റ്ലി ഫൈൻഡ് ഔട്ട് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ടി വരും. സാധാരണ നമ്മൾ പറയില്ലേ, നമ്മൾ എന്തായാലും ഒരു 2 to 3 ലിറ്റേഴ്സ് വെള്ളം ഒരു മനുഷ്യൻ ഒരു ദിവസം കുടിക്കണം എന്നുള്ളത് പറയുന്ന കാര്യമാണല്ലോ. ഒരാളപ്പോൾ ഡെയിലി ഹൗ ഫ്രീക്വൻ്റ്ലി ഒരാൾ യൂറിനേറ്റ് ചെയ്യണം എന്നാണ് അഡ്വൈസ് ചെയ്യേണ്ടത്? ഒരു ഐഡിയൽ അതിനൊരു ഫ്രീക്വൻസി പറയാനുണ്ടോ? നമുക്ക് വെള്ളം കുടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു മീഡിയം രീതിയിൽ മൂത്രം പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിൽ നമുക്കുള്ള ടോക്സിക് പ്രൊഡക്ട്സ് ഒക്കെ വലിയൊരു കോൺസെൻട്രേഷൻ ഇല്ലാതെ തന്നെ കിഡ്നിക്ക് ഈസി ആയിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്ത് വിടാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കണം. ഓരോരുത്തരുടെ കണ്ടീഷനും, ബോഡി സൈസ്, സ്വെറ്റിങ് കണ്ടീഷൻ, വർക്ക് കണ്ടീഷൻസ്, അതൊക്കെ വെച്ചിട്ടായിരിക്കും ഈ യൂറിൻ പ്രൊഡക്ഷൻ ഉണ്ടാവുക. ചില ആൾക്കാർക്ക് നല്ലോണം സ്വെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ലിറ്ററോളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പോലും വളരെ കുറച്ച് മൂത്രം ഉണ്ടാവും. അപ്പോൾ നമ്മൾ റൂൾ ഓഫ് തമ്പ് എന്താ പറയുന്നത് വെച്ചാൽ, യൂഷ്വലി ഒരു 1.5 മുതൽ 2 ലിറ്ററോളം മൂത്രം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം കുടിക്കുക. അതിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഒഴിക്കുന്ന യൂറിൻ്റെ കളർ നോക്കാം. നമ്മൾ അത്യാവശ്യം നല്ല തെളിഞ്ഞ യൂറിൻ അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ ആണെങ്കിൽ ദാറ്റ് മീൻസ് വി ആർ പ്രൊഡ്യൂസിങ് ആക്സെപ്റ്റബിൾ എമൗണ്ട് ഓഫ് യൂറിൻ. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള വെള്ളം കുടിച്ചാൽ മതി. നമ്മൾ പേസിയിലുള്ള ആൾക്കാരാണെങ്കിൽ വളരെ കുറച്ച് വെള്ളം കുടിച്ചാൽ തന്നെ നല്ല രീതിയിൽ മൂത്രം ഉണ്ടാവും. പിന്നെ ചില കണ്ടീഷൻസ്, ഈ ഹാർട്ട് രോഗികൾ, അവർക്ക് ഈ ഹാർട്ടിന് ലോഡ് കുറക്കാൻ വേണ്ടിയിട്ടും, കിഡ്നി പേഷ്യൻസിന് ഫിൽറ്ററിങ് കുറവുള്ളതുകൊണ്ട് കുടിച്ച വെള്ളം പിന്നെ നീരായി മാറും, അതും ഹാർട്ടിന് ലങ്സിന് ലോഡ് കുറക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. യൂഷ്വലി 1 ലിറ്റർ 1.5 ലിറ്റർ നമ്മൾ കുടിക്കരുതെന്ന് പറയും. ആ പറഞ്ഞത് മാനിച്ചേ പറ്റൂ. ഓവറായിട്ട് നമ്മൾ വെള്ളം കുടിച്ചിട്ട് മോർ ദാൻ 3-4 ലിറ്റേഴ്സ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഇല്ല. പിന്നെ ഒബ്വിയസ്ലി സ്റ്റോണുള്ള ആൾക്കാർക്കൊക്കെ എപ്പോഴും സാധാരണയായിട്ടും കുറച്ചും കൂടി വെള്ളം കൂടുതൽ കുടിക്കാനാണ് നമ്മൾ പറയാം. അപ്പോൾ ഈ തരികളൊക്കെ ഉണ്ടാവാതെ തന്നെ യൂറിനിൽ അത് അലിഞ്ഞലിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ? അതായത് പബ്ലിക് ടോയ്ലറ്റ്സ് മാത്രമല്ല, ഇപ്പോൾ വേറൊരാളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്താ ബേസിക്കലി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രം പിടിച്ച് വെക്കുകയാണ്, സ്വന്തം വീട്ടിലെത്തുന്നവരെ ചെയ്യുക. അപ്പോൾ ഈ മൂത്രം പിടിച്ച് വെക്കുന്നത് വഴി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? ബേസിക്കലി മൂത്രം പിടിച്ചു വെക്കുന്ന വഴി പ്രശ്നങ്ങൾ യൂഷ്വലി നേരിടുന്ന നമ്മളെ സ്ത്രീകളും പിന്നെ കുട്ടികളാണ്. അവർ സ്കൂളിലോ അല്ലെങ്കിൽ സ്ത്രീകളാണ് വർക്ക് പ്ലേസിലൊക്കെ ആണുങ്ങളെ ഒരു ശുചിത്വം കുറഞ്ഞ സ്ഥലത്ത് നിന്ന് മൂത്രം ഒഴിക്കാനൊക്കെ യൂഷ്വലി ഹെസിറ്റൻസി ഉണ്ടാവും. അപ്പോൾ മൂത്രം പിടിച്ചു വെക്കുമ്പം 2 കാര്യങ്ങളാണ് മെയിനായിട്ട് ഉണ്ടാവുന്നത്. ഒന്ന്, യൂറിൻ ആസച്ച് അവിടെ സ്റ്റോക്ക് ആകുമ്പം നമ്മളെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുന്നു, കൂടെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് കൂടുന്നു. വളരെ റെയറായിട്ട് ഇവൻ കിഡ്നി സ്റ്റോൺസ് അല്ലെങ്കിൽ ബ്ലാഡറിൽ സ്റ്റോൺസ് വരെ ഫോം ചെയ്യാം റെയർ കണ്ടീഷനിൽ. വേറെ മെയിൻ പ്രോബ്ലം, അതിനായിട്ട് ഉപരി കോംപ്ലിക്കേഷൻ വരാനുള്ള സാധ്യത, നമ്മൾ ഈ നോർമൽ ബ്ലാഡറിൻ്റെ ഒരു കപ്പാസിറ്റി അറൗണ്ട് 400 to 500 ml മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ചെറുപ്രായം മുതലേ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി വല്ലാണ്ട് വലുതാവും. അപ്പോൾ 1 ലിറ്റർ വരെയൊക്കെ ചില ലേഡീസിനൊക്കെ മൂത്രം പിടിച്ച് വെക്കാൻ പറ്റും. കാലക്രമേണ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മളെ ബ്ലാഡറിൻ്റെ സെൻസേഷൻ പോകും, നമുക്ക് മൂത്രം മുട്ടിന്ന് അറിയുന്ന സെൻസേഷൻ പോകും. അപ്പോൾ കുറേ കഴിഞ്ഞാൽ ബ്ലാഡർ ഡിസ്ഫങ്ഷൻ വരാം, നമ്മൾ അറിയാതെ മൂത്രം പോയി തുടങ്ങാം. വേറെ അതിൻ്റെ വശം, കുറേ കഴിഞ്ഞാൽ നമ്മളെ ഈ മൂത്രം കെട്ടി നിന്ന് കിഡ്നിയിലേക്കും തിരിച്ച് റിവേഴ്സ് കിഡ്നിയിൽ യൂറിൻ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കിഡ്നി ഫിൽട്ടർ ചെയ്യുന്ന യൂറിൻ പോവാതെ കിഡ്നി പോലും സ്വെല്ല് ചെയ്യാം. അങ്ങനത്തെ കേസിൽ ഇവൻ കിഡ്നി ഫെയിലിയർ പോലും ഉണ്ടാവാം. അപ്പം യൂറിൻ ഹോൾഡിങ് ആസ് ഫാർ ആസ് പോസിബിൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ വേറെ ഇതിന് വശം, ചില ആൾക്കാർ ഈ യൂറിൻ ഹോൾഡ് ചെയ്യുന്ന കാരണം വെള്ളം കൂടി പറ്റ കുറക്കും. അപ്പോൾ അതുകൊണ്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ്, വീണ്ടും കല്ല് വരാനുള്ള ചാൻസ്, ഇൻഫെക്ഷൻസ്, അതൊക്കെ ഈ ഒരു കാരണം കൊണ്ട് പേഷ്യൻസ് ആൾക്കാർക്ക്
പ്രോബ്ലംസ് ആയിട്ട് നേരിടുന്നു. ഈ സാധാരണ നമ്മൾ ജിമ്മിൽ പോകുന്ന സമയത്ത് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കുമല്ലോ. ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് നമ്മളുടെ കിഡ്നിക്ക് മോശമാണ് എന്ന് പറയുന്നത് കേൾക്കാം. ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇപ്പോൾ എല്ലാവർക്കും ഒരു പ്രോട്ടീൻ ഫാഡാണല്ലോ എല്ലായിടത്തും നടക്കുന്നത്. എല്ലാവരും പ്രോട്ടീൻ കൂട്ടണം എന്നൊക്കെയാണ് പറയുന്നത്. അത് ശരി തന്നെയാണ്. നമ്മളെ ഇന്ത്യൻ ഡയറ്റിൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും എൻകറേജ് ചെയ്യുന്നുണ്ട് റീസണബിൾ ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടാനും കാർബ് കുറക്കാനൊക്കെ പറയുന്നുണ്ട്. അത് പലതരം നമുക്ക് ഡയബറ്റീസ് ഒക്കെ കൂടി വരുന്നു. അതിനൊക്കെ ഹെൽപ്ഫുൾ തന്നെയാണ്. നമ്മൾ ലിമിറ്റ് വെച്ച് പറയുകയാണെങ്കിൽ യൂഷ്വലി 1 to 2 grams ഓഫ് പ്രോട്ടീൻ പെർ കിലോഗ്രാം ആക്സെപ്റ്റബിൾ ആണ്. നോർമൽ കേസിൽ 1 gram മതി. ഹെവി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് 2 gram വരെയൊക്കെ എടുക്കാം. ഇതൊക്കെ നോർമൽ കിഡ്നി ഫംഗ്ഷനിൽ ഒരാൾക്ക് ഈസി ആയിട്ട് ഈ ലെവലൊക്കെ നമുക്ക് താങ്ങും. അതിൽ കൺസേൺ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനായിട്ട് കൂടുതൽ കഴിക്കുന്നു. അതേമാതിരി ഈ വേ പ്രോട്ടീനിലൊക്കെ നമ്മൾ ആ സപ്ലിമെൻറ്റ്സിൻ്റെ ക്വാളിറ്റി നോക്കണം. അതിൽ മെയിൻ പ്രോബ്ലം വരുന്ന ചില അൺസോഴ്സ്ഡ് അല്ലെങ്കിൽ വില കുറഞ്ഞ് കിട്ടുന്ന വേ പ്രോട്ടീൻ ലൂസായിട്ട് കിട്ടുന്നതിലൊക്കെ ചിലപ്പം ഹെവി മെറ്റൽസും പ്രോസസ്സിങ്ങിലെ പ്രൊഫഷൻ വരുമ്പം ലെഡ് കാഡ്മിയം എന്നീ ഹെവി മെറ്റൽസ് വരും. അപ്പോൾ അതിൻ്റെ കണ്ടാമിനേഷൻ നമുക്ക് കിഡ്നി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ പോവാം. പിന്നെ വേറെ പ്രോട്ടീൻ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ റെഡ് മീറ്റൊക്കെ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതും യൂറിക് ആസിഡ്, കിഡ്നി സ്റ്റോൺ ഫോർമേഷൻ, കിഡ്നി പ്രോബ്ലംസ്, ബാക്കി എല്ലാ മെറ്റബോളിക് പ്രോബ്ലംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതർവൈസ് ഈ ഹെൽത്തി റേഞ്ചിൽ പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അത് ബെനിഫിഷ്യൽ തന്നെ. വേ പ്രോട്ടീൻ ആണെങ്കിലും മറ്റല്ലാത്ത ഹെൽത്തി സോഴ്സ് ഓഫ് പ്രോട്ടീൻ നമ്മളെ പയറുവർഗ്ഗങ്ങൾ, പൗൾട്രി, ഫിഷ് ഒക്കെ നല്ല തന്നെയാണ്.